ഈ 2025 ബോഡി ഷെയിം ചെയ്യുന്നത് തെറ്റാണെന്ന് അറിയാത്തവരായി ആരും ഉണ്ടാകത്തില്ല. എന്നിട്ടും എന്തിനാണ് ആളുകൾ ഇപ്പോഴും ബോഡി ഷെയിമിങ് ചെയ്യുന്നത്? ആളുകൾ ഇപ്പോഴും ബോഡി ഷെയിമിങ് ചെയ്യുന്നത് വേറൊന്നും കൊണ്ടല്ല. ബോഡി ഷെയിമിങ് ചെയ്യുമ്പോൾ വിക്ടിംസിനെ മെന്റലി എത്രത്തോളം മാക്സിമം ഹേർട്ട് ചെയ്യാമോ അത്രത്തോളം ഹേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇപ്പോഴും ബോഡി ഷെയിമിങ് ചെയ്യുന്നത്. ഈ ബോഡി ഷെയിമിങ് ചെയ്യുന്ന ആളുകൾക്ക് ലൈഫിൽ 0% കോൺഫിഡൻസ് ആണുള്ളത്. കാരണം എന്താണ്? ഇവർ മറ്റുള്ളവരെ ബോഡി ഷെയിമിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഓരോ റീസൺസിലെ നിനക്ക് പൊക്കം കൂടുതലാണ്, നിനക്ക് പൊക്കം കുറവാണ്, നിനക്ക് പൊക്കം ഇല്ല, നിനക്ക് വണ്ണം കൂടുതലാണ്, നിനക്ക് വണ്ണം ഇല്ല, നിനക്ക് മുടിയില്ല, നിനക്ക് മുടി കൂടുതലാണ്, നിനക്ക് മുടി നരച്ചിട്ടാ, അങ്ങനെ പല ഇഷ്യൂസ്. ഈ എന്തെങ്കിലും റീസൺസ് ഇവർക്ക് ഇവരുടെ ലൈഫിൽ ഇവരുടെ ബോഡിയിലാണ് ഉണ്ടാകുന്നെങ്കിൽ ഇവർക്ക് പുറത്തിറങ്ങി നടക്കാനായിട്ടുള്ള കോൺഫിഡൻസ് ഉണ്ടാകുമോ? എനിക്ക് തോന്നുന്നില്ല. അതോ ഇവരെ ജീവിതം മതിയാക്കി എങ്ങോട്ടെങ്കിലും ഒളിച്ചോടി പോകുമായിരുന്നു, അതോ ഇവരിനി കെട്ടിത്തൂങ്ങി ചാവുമായിരുന്നു, പറയാൻ പറ്റത്തില്ല. കാരണം അവർക്ക് അതിനുള്ള കോൺഫിഡൻസ് ഇല്ലല്ലോ. മറ്റുള്ളവർ ഇഷ്യൂസ് ആയിട്ട് ഇവരുടെ കണ്ണിൽ തോന്നുന്ന ഈ കാരണങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇവർക്കായിരുന്നു ഈ കാരണങ്ങൾ ഉണ്ടായിരുന്നതെങ്കിൽ ഇവർക്ക് തല ഉയർത്തി പിടിച്ച് ഈ സൊസൈറ്റിയിൽ നടക്കാനുള്ള കോൺഫിഡൻസ് തീരെ ഉണ്ടാവില്ല. അവർ ചിലപ്പോൾ ലൈഫിലൊന്ന് ഒരു മുറിയിൽ അടച്ച് പൂട്ടി കെട്ടിയിരുന്നേനെ. കാരണം അവർക്ക് അങ്ങനെ ആ ഒരു ഇഷ്യൂസ് കൊണ്ട് ജീവിക്കാനുള്ള കോൺഫിഡൻസ് ഇല്ലല്ലോ.